ഹലോ ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. വീഡിയോ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഒരു സൂചി മഞ്ചൂരിയൻ ആണ്. റവ മഞ്ചൂരിയൻ, പച്ചക്കറി ചേർത്ത റവ മഞ്ചൂരിയൻ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് പച്ചക്കറികൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി, ക്യാരറ്റ്, കാബേജ്, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, ഇതൊക്കെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചക്കറികളെല്ലാം തന്നെ വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് ചേർക്കേണ്ടത്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. റവയും പച്ചക്കറികളും നന്നായി കുഴച്ച് നല്ല ഒരു മയമുള്ള ഒരു മാവ് ആക്കി തയ്യാറാക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇടയ്ക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം അധികമാവാൻ പാടില്ല. ആവശ്യത്തിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് എല്ലാം ഒന്ന് കുഴച്ച് വെച്ച് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ളതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലോറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷനിലാണ്, അത് ചേർത്ത് കൊടുക്കണമെന്നില്ല. ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. കോൺഫ്ലോർ ചേർത്തിട്ടും ചേർക്കാണ്ടും. ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇവിടെ ഒരു വീഡിയോ തയ്യാറാക്കുന്നതുകൊണ്ട് തൽക്കാലം ഇപ്പം കുറച്ച് ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. എല്ലാം കൂടി നന്നായി കുഴച്ച് നമുക്കൊരു 10-20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം 15 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ നമുക്കറിയാം റവ ചേർത്ത് കൊടുത്താൽ ഈ മാവ് ഒന്നുകൂടി തിക്കാവുമെന്ന്. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊന്ന് കുതിർന്ന് വരുമ്പോൾ കുറച്ചുകൂടി തിക്കായി മാറും. അതുകൊണ്ട് ഒന്ന് ലൂസാക്കാൻ വേണ്ടി കുറച്ചുകൂടി വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ഇത് കുഴച്ച് മയപ്പെടുത്തുന്നു. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി, ഹിങ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് സോഡാപ്പൊടി കൂടി, ഒരു നുള്ളു സോഡാപ്പൊടി കൂടി നിങ്ങൾക്ക് ചേർക്കാം. അതും തികച്ചും ഓപ്ഷനിലാണ്, വേണ്ടാത്തവർ ചേർക്കണ്ട. എല്ലാം കൂടി വളരെ ലൂസായിട്ടുള്ള ഒരു പരുവത്തിലായിരിക്കണം മാവ് ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ചെറിയ ബോളുകളാക്കി മാറ്റാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബോളിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഒരു മീഡിയം സൈസ് ബോളാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ബാറ്റർ അധികം തിക്കാവാൻ പാടില്ല, ലൂസായി തന്നെ ഇരിക്കണം. എന്നാൽ മാത്രമേ ബോളുകൾ കുറച്ച് സോഫ്റ്റായിരിക്കൂ. നമുക്ക് ഓരോന്നും ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ബോളുകളാക്കി മാറ്റിയിട്ടുണ്ട്. അത് ഏകദേശം ഒരു 10 മിനിറ്റോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് അതെടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നല്ല തീയിലൊന്ന് എണ്ണ തിളപ്പിച്ചതിന് ശേഷം ബോളുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് തീയുടെ ഫ്ലെയിം കുറക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കണം. അധികം ഫ്രൈ ആവാൻ പാടില്ല. മുകൾ ഭാഗം കുറച്ച് ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്കത് കോരി മാറ്റാം. റവ മഞ്ചൂരിയൻ ബോൾസ് ഇവിടെ ഫ്രൈ ചെയ്ത് തയ്യാറായി കഴിഞ്ഞു. 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇങ്ങനെ എല്ലാ ബോൾസും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റവ മഞ്ചൂരിയൻ ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞെടുത്തിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഇഞ്ചി, 2-3 പച്ചമുളക് ഇവ ചേർത്തൊന്ന് സോഫ്റ്റായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് 1 കഷ്ണം ഉള്ളി, കുറച്ച് ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓനിയൻ്റെ അടിഭാഗം എന്നിവ നമ്മൾ ചേർത്ത് കൊടുത്തു. ബാക്കി സ്പ്രിംഗ് ഓനിയൻ്റെ പച്ച കലർന്ന ഭാഗം നമ്മളവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഷെസ്വാൻ ചട്നി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, കയ്യിലുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി.
ഈ സോസുകളൊക്കെ ചേർത്തൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. അധികം ചേർത്താൽ മഞ്ചൂരിയൻ ഗ്രേവിയുടെ പുളി കൂടുന്നതായിരിക്കും. സോയാ സോസിലും ചില്ലി സോസിലും എല്ലാം ഒരു പുളിരസം മുന്നിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവിക്ക് വേണ്ടിയുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനു മുന്നേ നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് കലക്കി വെക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കോൺഫ്ലോർ ഒന്ന് കലക്കിയെടുക്കാം. ഇത് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചൈനീസ് ഡിഷസിൻ്റെ ഒരു പ്രത്യേകതയാണ് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ വിനെഗർ സിർക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓനിയൻ കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാണാം ഗ്രേവിയൊക്കെ തിക്കായി മാറിയിട്ട്. ഗ്രേവി എത്രത്തോളം ആവശ്യമുണ്ട് എന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ, തിക്ക് ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് റവ മഞ്ചൂരിയൻ ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മഞ്ചൂരിയൻ റെസിപ്പിയാണിത്. സാധാരണയായിട്ട് കാബേജ് മഞ്ചൂരിയനും അതുപോലെ ഗോബി മഞ്ചൂരിയനും ഒക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. കുട്ടികൾക്കെന്നല്ല മുതിർന്നവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചൈനീസ് ഡിഷാണിത്. കാബേജ് മഞ്ചൂരിയൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഇപ്പോൾ നമ്മുടെ സൂജി റവ മഞ്ചൂരിയൻ ഇവിടെ സെർവ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. നമുക്കതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ചിലപ്പോൾ മിക്കവർക്കും ഈ റെസിപ്പി അറിയാവുന്നതായിരിക്കും. എന്നാലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. ഇത് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര ടേസ്റ്റിയും ഹെൽത്തിയുമാണെന്ന്. ഇതുവരെ വീട്ടിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.